കായംകുളത്തിന്റെ മണ്ണിലൂടെ സഖാവ് VS കടന്നു പോകുമ്പോൾ ഇങ്ങനെ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന പതിനായിരങ്ങളുടെ മുദ്രാവാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. അവസാനിക്കാത്ത തോരാത്ത മുദ്രാവാക്യങ്ങൾ അതിങ്ങനെ തോരാ മഴ പോലെ പെയ്തിറങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് പറഞ്ഞത് അവസാന കമ്മ്യൂണിസ്റ്റാണ് കടന്നു പോകുന്നതെന്ന്? ആ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന പതിനായിരങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അത് പറയുന്നതിന് മുൻപ്? എങ്കിൽ കണ്ടു നോക്കൂ, അവർ പറയുന്നത് എന്താണ്? പ്രിയ സഖാവെ VS, നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഈ മണ്ണിൽ ഞങ്ങൾ ശാശ്വതമാക്കുമെന്നാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെ നിരന്നുനിന്നത് പറയുന്നത്. അങ്ങുയർത്തിയ ചെങ്കൊടി ഒരിഞ്ച് പോലും താഴാതെ ഈ മണ്ണിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പറയുന്ന മനുഷ്യരെ കണ്ടിട്ടാണോ നിങ്ങൾ പറയുന്നത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് കടന്നു പോകുന്നതെന്ന്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സാകുന്നതേ ഇല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണെന്ന്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്താണെന്ന്. അതാണ് അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയാൻ നിങ്ങൾക്കൊക്കെ പ്രേരണയായത്. കണ്ടു നോക്കൂ, ഈ നാട് കാണിക്കുന്ന സ്നേഹം കണ്ടു നോക്കൂ. അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ അവകാശപ്പെട്ടതാണ്. കാരണം ആ മനുഷ്യന്റെ അടക്കമുള്ള, ആ മനുഷ്യൻ കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിന്റെ അടക്കമുള്ള ചൂടേറിയ പോരാട്ടങ്ങളുടെ ഭൂമികയിലാണ് നിങ്ങൾ ഇന്ന് ചവിട്ടി നിൽക്കുന്നത്. ഇന്ന് ഈ വിമർശനങ്ങൾ പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ മനുഷ്യൻ കൊണ്ട തല്ലിന്റെയും അടിയുടെയും മർദ്ദനങ്ങളുടെയും ഒക്കെ വേദനയുടെ ഫലമായിട്ടാണ്. കാലിൽ ബയണറ്റ് കയറ്റിയിട്ടും ആ മനുഷ്യൻ തളർന്നോ? ഒരിഞ്ച് കണ്ണുനീർ, ഒരു തുള്ളി കണ്ണുനീർ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണോ? ഇല്ല. പകരം സ്വന്തം മണ്ണിന് വേണ്ടി, അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിന്ന് പോരാടി.